പൊതുബോധത്തിൽ നാം ഒരിക്കലും മനസ്സിലാക്കുക. ഈ വർഷത്തെ ഡിപ്ലോമ ഇൻ ടൂൾ എഞ്ചിനീയറിംഗ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് ഈ വർഷം ഡിപ്ലോമ കോഴ്സ് വിജയകരമായ പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ വിദേശികളുമായി മുഴുവൻ കുട്ടികളെയും നമുക്ക് സാധ്യതകളാണ് പഠിച്ചിരിക്കുന്നത്. ഈ ചടങ്ങ് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മഹനീയ വ്യക്തിത്വമുള്ള സദസ്സിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ധർമ്മടം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എൻ കെ രവി അവർകൾ, നമ്മുടെ മുഖ്യാതിഥിയും ഉദ്ഘാടകനുമായ നമുക്ക് ഏവർക്കും പ്രിയങ്കരൻ ജനകീയനായ ബഹുമാനപ്പെട്ട കേരള മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹം തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രിയാണ്. അതോടൊപ്പം ശ്രീ എം പി മോഹനൻ അവർകൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ധർമ്മടം ഗ്രാമപഞ്ചായത്ത് എന്നിവരാണ് വേദിയിലിരിക്കുന്നത്. ശ്രീ പി ബാലൻ അവർകൾ, മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി, അദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥ്യതകൾ ഉള്ളതുകൊണ്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ശ്രീ പ്രീത വാർഡ് മെമ്പർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇവിടെ എത്തിയിരിക്കുന്ന എത്രയും പ്രിയപ്പെട്ട മാതാപിതാക്കൾ, എൻ്റെ പ്രിയ വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു. ഇന്നത്തെ ഈ ചടങ്ങ് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഞങ്ങളുടെ 86 കുട്ടികൾ ഇന്ന് ത്രിവത്സര ഡിപ്ലോമ പ്രോഗ്രാം കഴിഞ്ഞ് ജോലിക്കുള്ള ലെറ്റർ കിട്ടി അത് വിതരണം ചെയ്യുന്ന സുദിനം. ഇവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് 2025 ജൂൺ 30-നാണ്. പക്ഷേ എല്ലാ വർഷവും എന്നതുപോലെ ഇക്കൊല്ലവും പ്ലേസ്മെൻറ്റ് ആക്ടിവിറ്റികൾ കഴിഞ്ഞ നവംബറിൽ തന്നെ തുടങ്ങി. ഏതാണ്ട് ഒരു മാസത്തിന് മുമ്പ് 95% ആൾക്കാരെയും പ്ലേസ് ചെയ്തു. കഴിഞ്ഞ 10 ദിവസം മുമ്പ് മുഴുവൻ പേരെയും പ്ലേസ് ചെയ്തു. ഇനി അല്പം തമാശയുള്ളൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ വന്ന 1-2 കമ്പനി പ്രതിനിധികളോട് ഞങ്ങൾക്ക് ആളില്ല എന്ന് പറയേണ്ടി വരുന്നു. ആ ഒരു അവസ്ഥയിലാണ്. അതായത് നിങ്ങളുടെ കുട്ടികളെ, മാതാപിതാക്കളോടാണ്, നിങ്ങളുടെ കുട്ടികളെ ഇവിടെ ഏൽപ്പിച്ചത് വളരെ നല്ലതായി എന്ന് നിങ്ങൾക്ക് തോന്നും. ഇതിൽ ഏറ്റവും അസൂയാവഹമായിട്ട് പറയാനുള്ളത്, ഈ കുട്ടികളിൽ 10 കുട്ടികൾ ഡിപ്ലോമ കോഴ്സ് പഠിച്ച 8 കുട്ടികളും 1 വർഷ കോഴ്സ് പാസ്സായ 2 കുട്ടികളും ഉൾപ്പെടെ ഉള്ളവർക്ക് നേരിട്ട് ദുബായിലേക്കാണ് പ്ലേസ്മെൻറ്റ്. അവർക്ക് വിസയും ടിക്കറ്റും ഒക്കെ കമ്പനി കൊടുക്കും. ആ ലെറ്ററും ഇന്ന് ഇതോടൊപ്പം ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ NDTF കുറിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയാതെ തന്നെ ഒരു വേള എന്നെക്കാൾ നല്ലവണ്ണം അറിയാം. അരനൂറ്റാണ്ടിലേറെയായി, ഇത് ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ 66ാമത്തെ വർഷമാണ് NDTF സ്ഥാപിതമായിട്ട് ഇവിടെ തികയുന്നത്. അപ്പോൾ ഈ 66 വർഷത്തിനിടയ്ക്ക് ഈ തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലായിട്ട് അനേകായിരം ആൾക്കാരെ
ഉന്നതികളിൽ എത്തിച്ചു. അവരിലേറെ പേരും വിദേശങ്ങളിൽ സെറ്റിൽഡാണ്. അതൊരു ചരിത്രമാണ്, ഞാൻ ആവർത്തിക്കേണ്ടതില്ല. ഇന്ന് എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം സ്വാഗത പ്രസംഗമാണ്. ജോലിക്ക് വേണ്ടി പരീക്ഷ നടത്തുകയും അതിൽ വിജയികളായിട്ടുള്ളവർക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുക്കുന്ന ഈ സന്ദർഭം ബന്ധപ്പെട്ട കുട്ടികളെയെല്ലാം ഞാൻ അങ്ങേയറ്റം ഹൃദയത്തോട് ചേർത്ത് അഭിനന്ദിക്കുന്നു. അത് നമ്മുടെ കേരളത്തിലായാലും പുറത്തായാലും നമ്മുടെ വിദേശത്തായാലും എല്ലാം നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരവും അതിൻ്റെ പൈതൃകവും എല്ലാം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് മാത്രം നാം ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഓർക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, വിജ്ഞാന കേരളത്തിൻ്റെ പരിപാടിയായി ഒരുപാട് തൊഴിലന്വേഷകരും തൊഴിൽദായകരും നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുകയാണ്. അതിൻ്റെ പല പരിപാടികളും ഇപ്പോൾ തന്നെ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. വരുന്ന വർഷങ്ങളിൽ ഒരുപാട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവരെ സ്വീകരിക്കാൻ ആവശ്യമായ അത്രയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വീകരിക്കാൻ ആവശ്യമായ അത്രയും കാര്യങ്ങൾ കേരള ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അസാഫ്, NTTF ഈ രണ്ടിൻ്റെയും ആഭിമുഖ്യത്തിലാണ്. അസാഫിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഇപ്പോൾ അടുത്തായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ളതാണ്. NTTF ആണെങ്കിൽ 10-60 വർഷത്തിലേറെ പാരമ്പര്യമുള്ളതാണ്. ഇന്ത്യയിലും വിദേശത്തുമെല്ലാമായി ഒരുപാട് പ്രതിഭകളെ സാങ്കേതിക രംഗത്ത് അവരോധിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു സ്ഥാപനം എന്നുള്ളത് അവരെ അനുമോദിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, വേറെ പ്രോഗ്രാമുകൾ മന്ത്രിക്കുണ്ട്. ഈ പരിപാടിയുടെ വിതരണ ഉദ്ഘാടനവും നിർവഹിക്കുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാന്യനായ പ്രിയപ്പെട്ട കടന്നപ്പള്ളിയെ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കും. യുവാക്കളെ പോലെ തന്നെ നിരവധി പേർ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പാസ്സായി ഇതുപോലുള്ള അവസരങ്ങൾ സ്വീകരിക്കാൻ അവസരം ലഭിച്ചുള്ള കുട്ടികളാണ്. അതിന് കളമൊരുക്കാൻ കഴിയുന്ന പ്രാപ്തമായൊരു സംഘാടന സംവിധാനം, ഒരു പരിശീലന കളരി എന്ന നിലക്ക് വളർന്നു വരുന്ന യുവാക്കളിൽ സാങ്കേതിക ഭൗതിക ശാസ്ത്രീയ ബോധം വളർത്തിയെടുക്കുന്നതിന് വിശ്രമരഹിതമായ പോരാട്ടം നടത്തിയതുകൊണ്ടാണ് ഈ അഭിമാനകരമായ വിജയതിലകമണിയാൻ നിങ്ങൾക്ക് അവസരമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത്, സാങ്കേതിക ഭൗതിക ശാസ്ത്രീയ രംഗത്ത് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ ലോകത്ത് നിങ്ങൾ ഞാൻ കാണുകയാണ്. അതിനനുസൃതമായി മാറുകയും ഉൾക്കൊള്ളാൻ കഴിയുന്നത്, സ്വീകരിക്കാൻ കഴിയുന്നത് നമ്മുടെ തന്നെ വിവേചന അധികാരങ്ങളും കഴിവും ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു ഔചിത്യബോധമാണ് നിങ്ങൾക്ക് നമുക്കെല്ലാം ഉണ്ടായിട്ട് ഉത്തരവ് സ്വീകരിക്കുന്ന ഒരു ചടങ്ങ്, ഇത് വിതരണം ചെയ്യുന്ന ചടങ്ങ് എന്ന് പറയുമ്പോൾ അതിന് ഈ വിദ്യാഭ്യാസ സമർപ്പണബോധവും ഈ വിദ്യാഭ്യാസ നൽകിയിട്ടുള്ള പരിശീലനത്തിൻ്റെ ആന്തരികവും ബാഹ്യവുമായ കരുത്തും ചൈതന്യമെല്ലാം അതൊരു ഭാഗമാണ്. അതാണ് NTTF. NTTFനെ കുറിച്ച് പറയുമ്പോൾ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം നിങ്ങൾക്കിത് ഈ നിയമന ഉത്തരവ് സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോകണം. എനിക്കാണെങ്കിൽ ഇനി 8 പരിപാടിയേ ഉള്ളൂ പങ്കെടുക്കാൻ. ഇതിന് ശേഷം സഹോദരി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ടെലിഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ എത്തിയെന്നാണ്. ഇന്ന് രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. ഇവിടെ വന്ന് ഇദ്ദേഹം ചോദിച്ചത് ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടതായിരുന്നു ഉച്ചക്ക് എന്നുള്ളത് ഞാൻ ചിന്തിച്ചാൽ. അപ്പോൾ ഒരു ഇളനീര്, ചായ ഇതിന് കഴിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ത്യാഗം എന്നല്ല പറഞ്ഞത്, സമയമില്ല. അതിലിവിടെയും കൂടുതൽ സംസാരിച്ച് ഞാൻ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. ഞാൻ പറയുന്നതിനേക്കാളേറെ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ബോധമുള്ളവരാണ് നിങ്ങൾ എന്നുകൊണ്ട് അതിൻ്റെ സാങ്കേതികത്വത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ പരിപാടിയുടെ കർമ്മം നിർവഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് ആഗ്രറ്റ് എഡ്ജ് എന്ന ഒരു കമ്പനി എൻ്റെ സഹപ്രവർത്തകൻ നാട്ടുകാരനായ രാജൻ്റെ സഹോദരൻ്റെ മകൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്.
ഞാൻ ഇന്ന് കാലത്ത് ഇന്നലെ നാട്ടിൽ പോയിരുന്നു ഈ പരിപാടി പങ്കെടുക്കാൻ. ആ പരിപാടി പങ്കെടുക്കാൻ പോയപ്പോഴാണ് രാജൻ എന്നോട് പറഞ്ഞ് ഇങ്ങനെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ജോലി ചെയ്യുന്ന ഒന്നാണ് ഈ എൻകറേജ് എന്ന എഡ്ജ് എന്ന കമ്പനി എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും നാട്ടിൻപുറങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും ഒരുപോലെ ഇതുപോലെ സ്ഥാപനങ്ങളിലെ കുട്ടികൾ പരിശീലകന്മാരായി വിജയതരകമണിയാൻ സാധിച്ചതും തൊഴിൽ സാധ്യതകൾ മാത്രമല്ല തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചത് തികച്ചും അഭിമാനകരമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ആ സേവനബന്ധിതമായ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയ NDTF ഇവിടെ വന്ന് വിദ്യാർത്ഥികളായി പഠനകാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇവിടെ നിന്ന് ലഭ്യമാകുന്ന പരിശീലനങ്ങളും പ്രബോധന പരിപാടികളും സ്വീകരിച്ചുകൊണ്ട് ഇവർ ഇന്ന് ജീവിതത്തിൻ്റെ പ്രതിശാലതയിലേക്കുള്ള യാത്രയിൽ ഒരു ജോലി നേടിയിരിക്കുന്നു എന്ന് പറയുന്ന തികച്ചും അഭിമാനകരമായ സന്തോഷകരമായ ഈ സംഗമയിൽ പങ്കെടുക്കാൻ സന്തോഷമുണ്ട്. ഇന്ന് ഈ നിയമന ഉത്തരവ് സ്വീകരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾ ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് നിങ്ങൾക്കും NDTF-നും അഭിമാനം നൽകുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നിങ്ങളുടെ സാങ്കേതിക വിദ്യാഭ്യാസ വൈജ്ഞാനിക കഴിവുകൾ സമൂഹത്തിൻ്റെ എല്ലാ പ്രതലങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് നിങ്ങൾ സാധിക്കട്ടെ എന്നുകൂടി ഞാൻ സർവത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. ഇവിടെ ഈ നിയമന ഉത്തരവ് വാങ്ങുന്ന എല്ലാ നമ്മുടെ സഹോദരങ്ങൾ കുട്ടികൾക്ക് യുവാക്കൾക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ കർമ്മങ്ങൾ നിർവഹിക്കുന്നു എന്നറിയിച്ചുകൊണ്ട് അതിനുശേഷം പോകാനുള്ള അനുവാദം കൂടി നൽകണം എന്ന വിനീതമായ അപേക്ഷയോടുകൂടി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. മെക്കാട്രോണിക്സ് വിദ്യാർത്ഥികളായ ലിജോ തോമസ്, അതുപോലെ അജയ് DC, അഭിഷേക് നായക്. നമ്മുടെ ചടങ്ങ് നിയമന ഉത്തരവിലാണ് ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ ആക്യുറേറ്റ് എഡ്ജ് ദുബായിലേക്ക് 10 കുട്ടികളെ നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. കുട്ടികളെ വിളിക്കുകയാണ്. ഇവിടെ കുട്ടികളുടെ രക്ഷിതാക്കളും കൂടി ഈ ഫോട്ടോ സെഷനിൽ വേണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കുട്ടികളുടെ പേര് വിളിക്കാം. ആ സമയത്ത് രക്ഷിതാക്കളും കൂടി കണ്ടു തരിക. മിസ്റ്റർ അർജുൻ KR, നവനീത് CK, അഭിനന്ദ് രാജി, അഖിൽ P. ഉത്തമൻ, മുഹമ്മദ് സനീൽ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും സാന്നിധ്യം എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു വളരെ നല്ല രീതിയിൽ ധന്യമാക്കി തീർത്ത കേരളത്തിന്റെ ജനകീയ മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി ക്രിയാത്മകമായി കേരളത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. സംസ്കൃത പൊതുപ്രവർത്തനങ്ങൾ വളരെ സ്നേഹത്തോടെ തന്നെ സ്വീകരിക്കുകയും ഈ പരിപാടികൾ NDTF-ന്റെ സ്നേഹോപഹാരം നൽകുകയാണ്. സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിന് ഏറ്റവും